പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് കാതമോരി സാഹിബ് സ്വീകരിച്ചത്. അവിടെയും ആ ആവശ്യമുണ്ട്. അവിടെ അത് ഫൈനലൈസ് ആയിട്ടില്ല. അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും IUML ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ് പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ചിഹ്നത്തിൽ തന്നെ 3 മെമ്പർമാർ ഉണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യമാണ്. മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് കാതമോരി സാഹിബ് പറഞ്ഞത്. അവിടെ തുടർച്ചയായി DMK മുന്നണിയിലിരിക്കുകയും വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും ജയിക്കുകയും കാതമോരി സാഹിബ് തന്നെ MP ആയിരുന്നു പാർലമെൻറ്റിൽ. യു റിപ്രസെൻറ്റഡ് DMK വോട്ട്സിൽ ലോക്സഭ മത്സരിച്ച് ജയിച്ചിരുന്നു. ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഖൈദെ മില്ലത്ത് സെൻറ്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. ഖൈദെ മില്ലത്ത് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ്, ഭംഗി ഉണ്ടാക്കലുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളതിൻ്റെ ഇനോഗ്രേഷൻ നടത്തി. ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UP-യിലൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങളെ ബാധിക്കില്ല. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. ഓരോ സംസ്ഥാനങ്ങളും DMK മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്.